ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. First and foremost, അച്ഛന് എല്ലാ വൈദിക ദിനം ആശംസകൾ നേരുന്നു. Thank you very much. Today is the feast of Saint John Vianney. Yes. എല്ലായിടത്തും അച്ഛന്മാർക്ക് ഇഷ്ടം പോലെ വിഷസ് ഗ്രീറ്റിംഗ്സ് കിട്ടുന്ന ദിവസമാണ്. Isn't it? Yeah. Yes, and special greetings to all the priests out there. എല്ലാ വൈദിക ദിനത്തിന്റെ ആശംസകൾ ഞങ്ങളും നേരുന്നു. Yeah, it's good. Thank you very much on their behalf. I thank you. Yes. ഇന്ന് മരിയ വിയാനിയുടെ ഫീസ്റ്റാണ്. അപ്പം നമ്മൾ മലയാളികളും എല്ലാ കാത്തലിക്സും കുറേ പ്രേയേഴ്സ് പ്രീസിന് കൊടുക്കുന്നുണ്ട്. സോ we also do a lot of prayers in our mass and outside mass. From what you've come across, what for you as a priest you think is the best prayer we should be doing for our fellow priests? Alex, right? Yes. Alex, Sanjana, thanks for your effort. ശരിക്കും അലക്സ് പറഞ്ഞത് we have got lot of prayers for priest. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മേ ബി ദ മോസ്റ്റ് ഫെമിലിയർ വൺ വിൽ ബി നിത്യപുരോഹിതനായ ഈശോയെ which we pray soon after the കുർബാന celebration, right? Yes. ഒരു ചോദ്യം ചോദിക്കട്ടെ. കുർബാനയിൽ അച്ഛൻ ദ കാർമികൻ ദ സെലിബ്രന്റ് എത്ര പ്രാവശ്യം ഈ സഹായം ചോദിക്കുന്നുണ്ട്? പ്രയർ റിക്വസ്റ്റ് എത്ര പ്രാവശ്യം ചോദിക്കുന്നുണ്ട്? കൈൻഡ്ലി പ്രേ ഫോർ മീ 2 പ്രാവശ്യം. One is soon after the Holy Creed, after entering into the Holy of Holies. മദ്ബഹായിലോട്ട് കയറി കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നുണ്ട്. Second one, after the Oshana hymn, just before the institution narrative. ഈശോ അപ്പം എടുത്തു വാഴ്ത്തി എന്നൊക്കെ പറഞ്ഞ നറേറ്റീവ് ഇല്ലേ, അതിന് തൊട്ട് മുമ്പ് സഹായം ചോദിക്കുന്നുണ്ട്. ആൻഡ് യു നോ സംതിങ്, ബോത്ത് ടൈം റെസ്പോൺസ് ഇസ് ഡിഫറെൻറ്റ്. ആദ്യത്തെ റെസ്പോൺസ് അല്ല സെക്കൻഡ് വൺ. I don't know whether you have noticed it ever. The second time, when the priest seek your prayers, the response is like this: മിശിഹ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. And in English, I know you will understand English better, right? Yeah. Kindly read this. It is like the priest will be asking, bless, O Lord, that is Barakumar. Pray for me, brothers and sisters, that this Kurbana may be fulfilled through my hands. And the response: May Christ listen to your prayer and accept this Kurbana. May he glorify your priesthood in the heavenly kingdom. May he glorify your priesthood in the heavenly kingdom. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. On this feast day of priest, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് മാത്രമല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട്, ഞങ്ങൾ വൈദികർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരൊറ്റ സെൻറ്റൻസ് ആണ്: മേ യുവർ പ്രീസ്റ്റ്ഹുഡ്, മേ ഹി ഗ്ലോറിഫൈ യുവർ പ്രീസ്റ്റ്ഹുഡ് ഇൻ ദ ഹെവൻലി കിങ്ഡം. അതായത് അച്ചോ, ഇവിടെ കണ്ണീര് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, ഇവിടെ കഷ്ടപ്പാടൊക്കെ ആയിരിക്കും, ഇവിടെ ഇടവക്കാരോടും ബാക്കി റെസ്പോൺസിബിലിറ്റീസും എല്ലാം ചെയ്തു വരുമ്പോൾ ഒത്തിരി ക്രിറ്റിസിസംസ് ഉണ്ടാകും. യു മേ ഫീൽ ലൈക്ക് ലോൺലി, ഏകാന്തത ഉണ്ടാകും. മെനി ടൈംസ് യു മേ ഫീൽ ഡിസപ്പോയിൻറ്റഡ്. അതൊക്കെ ഇതിൻ്റെ ഭാഗം. And at times you may be a kind of object of mockery also, isn't it? ഒത്തിരി പേര് അച്ഛനെ കളിയാക്കുമായിരിക്കും. ഒന്നും സാരമില്ല, don't worry. May he glorify your priesthood in heaven. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. And don't seek glory here. ഇവിടെ കിട്ടിയ പിന്നെ പോയില്ലേ, അവിടെയല്ലേ കിട്ടേണ്ടത് ഈശോയുടെ അടുത്ത്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് അച്ഛന്മാർക്കൊക്കെ ഗ്രീറ്റിംഗ്സ് അയക്കുമ്പോൾ, നമ്മൾ വാട്സാപ്പിലൂടെയൊക്കെ നമ്മുടെ മുൻ വികാരിമാർക്ക്, നമ്മൾ പരിചയപ്പെട്ടുള്ള അച്ഛന്മാർക്ക്, വി മേ ബി സെൻഡിങ് ദ ഗ്രീറ്റിംഗ്സ് ഓഫ് ദ ഡേ ടുഡേ. അപ്പോൾ നിങ്ങൾ അയക്കേണ്ട ഒരു നല്ല സെൻറ്റൻസ് ആണ്. നിങ്ങളും അയക്കണം, നിങ്ങളുടെ മുൻ വികാരിമാർക്കും കൊച്ചന്മാർക്കും ഒക്കെ അയക്കും. നിങ്ങളും അയക്കണം. എങ്ങനെ അയക്കേണ്ടത്? മേ ഹി ഗ്ലോറിഫൈ യുവർ പ്രീസ്റ്റ്ഹുഡ് ഇൻ ഹെവൻ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. എക്സാക്ട്ലി. താങ്ക് യു വെരി മച്ച് അലക്സ് ആൻഡ് സഞ്ജന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.